ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലുക്കാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്നത്തെ എൻ്റെ ഒരു ലുക്കായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഹുഡ ബ്യൂട്ടിയുടെ ഈ ഒരു ഈസി ബ്ലർ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ചെറിയൊരു ബ്രൈഡൽ മേക്കപ്പ് പോലെയാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്യൂട്ടി ബ്ലെൻഡറാണ് എടുക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട് ബ്രഷാണോ ബ്യൂട്ടി ബ്ലെൻഡർ ആണോ നല്ലതെന്ന്. എനിക്ക് കൂടുതലും ഇഷ്ടം ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആകും. പിന്നെ ബ്രഷ് വെച്ചിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനങ്ങനെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. കോഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ തന്നെ പഠിച്ചതാ. പിന്നെ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ മോഡലിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പല ഷൂട്ടിന് പോകുമ്പോൾ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ബാക്കിയുള്ളത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം. അടുത്തത് ഓഫ് റൈഡ് ഈ ഒരു കൺസീലറാണ് എടുക്കുന്നത്. എന്നിട്ട് സെയിം ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീലർ ഞാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ആ പോയിന്റ്സിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ മോർഫിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡറാണ് എടുക്കുന്നത്. സെറ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കണ്ണിന് മുകളിലും ഈ താഴെയൊക്കെ ആയിട്ട് ലൈൻസ് ചിലപ്പം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ടേ പൗഡർ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻസ് അങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെ ഒരു പൗഡർ പഫ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാവുള്ളേ. അടുത്തത് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പൗഡറാണ് എടുക്കുന്നത്. ഐബ്രോസ് ഒന്ന് ലൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾഡ് ബ്രഷ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ ആ കറക്റ്റ് ഷേപ്പിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഐബ്രോ ജെല്ലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഐ മേക്കപ്പ് ചെയ്യാം. ഞാനിവിടെ ഓഫ് റൈഡ് ഈ ഒരു പാലറ്റാണ് എടുക്കുന്നത്. ഇതിലെ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഈ സെയിം ഷെയ്ഡ് വെച്ച് തന്നെ ലോവർ ലാഷ് ലൈൻ്റെ ഈ ഒരു കോർണറിലായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്തത് ഞാൻ ഈ ഒരു ഷിമ്മർ ഷെയ്ഡാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇന്നർ കോർണറിൽ നിന്ന് മേളിലേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ഷിമ്മർ ഷെയ്ഡ് തന്നെ ഈ ലോവർ ലാഷ് ലൈൻ്റെ സ്റ്റാർട്ടിങ്ങിലും കൂടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ജെൽ ഐലൈനർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ചെറിയൊരു വിങ്ഡ് ഐലൈനർ ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഇന്നർ കോർണറിന്റെ ഇവിടെയും കൂടി ഒന്ന് ഷാർപ്പാക്കി കൊടുക്കാവേ. ജെൽ ഐലൈനർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഐലൈനർ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് ഞാൻ ഗാലാക്റ്റിക്കിന്റെ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ട് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ ഡെനേസ മാരിക്സിന്റെ ഈ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു വൈറ്റ് ഗ്ലിറ്ററി ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ലൈറ്റ് ആയിട്ടൊന്ന് ഐലിഡിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോവർ ലാഷ് ലൈനിലും ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഗാലാക്റ്റിക്കിന്റെ ഈ ഒരു മസ്കാരയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ലെൻസ് TTDയുടെ റിയൽ കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അടുത്തത് ഐലാഷസ് വെക്കാം. ഞാനിവിടെ കസ്റ്റം ലാഷസിന്റെ ഐലാഷസ് ആണ് എടുക്കുന്നത്. ശരിക്കും ലാഷസ് വെക്കണമെന്ന് നിർബന്ധമില്ല, എനിക്ക് അത്യാവശ്യം ലാഷസ് ഉണ്ട്. പിന്നെ ഞാൻ അന്നത്തെ ലുക്കിൽ ഈ ഒരു കോർണറിലായിട്ട് മാത്രം ലാഷ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനതൊന്ന് വെച്ച് കാണിക്കും. ആദ്യം ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തത് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാൻ ഫെൻഡി ബ്യൂട്ടിയുടെ ഈ ഒരു ക്രീം ബ്ലഷ് ആണ് എടുക്കുന്നത്. അടുത്തത് ഞാൻ തിൻലിസിയുടെ ഈ ഒരു ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്.
നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഓഫ് റൈഡ് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സ്റ്റാൻഡ് ഔട്ട്. ലിപ്സ്റ്റിക് ഇട്ട വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നു. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞു, ഇനി ആക്സസറീസ് ഒക്കെ ഇടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.